എൽദോ ഇവിടെ വരുന്നത് 2011-ലാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ ചോട്ടിൽ ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണ്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടി എടുത്ത് വളർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ റെഡിയാക്കി എടുത്ത്. അന്ന് അതിന്റെ മേത്ത് ആരാണ്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പാടാണ് ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് കാണുന്ന പാടുന്നത്. അങ്ങനെ വലുതായപ്പോൾ ആ പാടും വലുതായി. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്നു. പിള്ളേരുടെയും എല്ലാവരുടെയും വലിയ ആൾക്കാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിട്ട് ഇവിടെ വളർന്നതാണ്. പിന്നെ അത് ഈ ഏപ്രിൽ 24-ാം തീയതി മരിച്ചത്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഒരു പാൽ കേക്ക് ഉണ്ട്, ഇവിടെ ഒരു കടയിലുണ്ട്. പിന്നെ പൊറോട്ട കഴിക്കും. എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലുമാണ്. ഈ എൽദോ ഒരു തെരുവുനായ എന്ന് തന്നെയാണ്. പക്ഷേ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു നായായിരുന്നു. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതവും പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുക, കുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഇവിടെ വന്നത് ഇവനൊരു പൊള്ളലേറ്റൊരു പാടുണ്ട്. അതോടുകൂടിയാണ് അവന് പൊള്ളലുണ്ടായ സമയത്ത് മുതലാണ് അവന് ആളുകൾ സഹതാപം കൂടിയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് തിരിച്ചവന്റെ പ്രതികരണം അതുപോലെ വരികയായിരുന്നു. എൽദോ മരിച്ചിട്ടില്ല, ഞങ്ങളൊപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഞങ്ങളുടെ ഇത്. ഒരു തെരുവുനായ ഒരു നാടിന് നൽകിയ സ്നേഹം, പകരം ആ നാട് ആ തെരുവുനായ്ക്ക് തിരികെ നൽകിയ സ്നേഹം. ഇത് എൽദോ എന്ന തെരുവുനായയുടെ കഥയാണ്. എൽദോയുടെ നാടിന്റെ കഥയാണ്.